നിങ്ങളുടെ ഭർത്താവിന്റെ ബീജത്തിൽ വിഷബാധയുണ്ട്. എന്നോടൊപ്പം ഉറങ്ങും. വിശ്വാസ ചികിത്സയുടെ മറവിൽ ലൈംഗിക അതിക്രമം. കന്യാകുമാരിയിലെ പാസ്റ്ററാണ് അറസ്റ്റിലായിരിക്കുന്നത്. വെറും വിശ്വാസത്തിന്റെ പേരിൽ ഞെട്ടിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ രോഗം മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു പെന്തക്കോസ്റ്റ് സഭ പാസ്റ്ററായിട്ടുള്ള ഒരാള് കന്യാകുമാരിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഭർത്താവിന്റെ ബീജത്തിന് വിഷാംശമുണ്ട് എന്നും തന്നോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ രോഗം മാറുമെന്നും പാസ്റ്റർ യുവതിയോട് പറഞ്ഞതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ സംഭവം സമൂഹത്തിൽ വല്ലാത്ത ഒരു ആശങ്കയും ഭീതിയുമൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കന്യാകുമാരി ജില്ലയിലെ തുകലെ സ്വദേശിനിയായിട്ടുള്ള 27 വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ക്രൂരമായിട്ടുള്ള അതിക്രമത്തിന് ഇരയായിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വിഷമിച്ചിരിക്കുന്ന യുവതി രോഗം മാറാൻ വേണ്ടിയാണ് മേക്കമണ്ഡപം പ്രദേശത്തെ ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റ് പള്ളിയിൽ ഇവർ എത്തുന്നത് തന്നെ. ഇരയുടെ കുടുംബം പറയുന്നതനുസരിച്ച് യുവതിക്ക് 2 വർഷം മുൻപായിരുന്നു ശരിക്കും പറഞ്ഞാല് വിവാഹം കഴിഞ്ഞത് തന്നെ. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ചില കാരണങ്ങളും ഒക്കെ കാരണം അവരെ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു യഥാർത്ഥത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആത്മീയപരമായിട്ടുള്ള രോഗശാന്തി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയില് ബന്ധുക്കൾ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുവതി പാണ്ഡിവിലയിലുള്ള മേക്കമണ്ഡപത്തുള്ള പാസ്റ്റർ റെജിമോന്റെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത് തന്നെ. പള്ളിയിലെത്തിയ യുവതിയോട് പാസ്റ്റർ റെജിമോന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ തന്റെ വരുമാനത്തിന്റെ 10% പള്ളിയിലേക്ക് നൽകിയാൽ ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ ഭേദമാകും അല്ലെങ്കിൽ മാറിപ്പോകും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉപദേശം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പണം വാങ്ങിയ ശേഷം യുവതിക്ക് പ്രത്യേക പ്രാർത്ഥനയിലൂടെ രോഗശാന്തി നൽകാമെന്ന് പാസ്റ്റർ അവകാശപ്പെടുകയും ചെയ്തു. ഈ പ്രാർത്ഥനാ വേളയിൽ പാസ്റ്റർ റെജിമോൻ യുവതിയെ കെട്ടിപ്പിടിക്കുകയും ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വാസ്തവത്തിൽ അരങ്ങേറിയ സംഭവം. യുവതിയുടെ ഭർത്താവിന്റെ ബീജത്തിൽ വിഷാംശമുണ്ടെന്നും തന്നോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് മാറുമെന്നും പാസ്റ്റർ പറഞ്ഞതായാണ് പരാതി എന്ന് പറയുന്നത്. തന്റെ നേർക്കുണ്ടായിട്ടുള്ള ഈ ലൈംഗിക അതിക്രമ ശ്രമത്തിൽ അതിൽ നിന്ന് യുവതി ധൈര്യപൂർവ്വം രക്ഷപ്പെട്ടു. മാത്രമല്ല ഉടൻ തന്നെ അവർ തുകലെയുള്ള പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകുകയാണ് ചെയ്തത്. ആ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ തുകലെ പോലീസ് ഉടൻ തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് 2025 ജൂൺ 26 പാസ്റ്റർ റെജിമോനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങളെ കുറിച്ച് ഈ സംഭവം സമൂഹത്തിലെ വലിയ രീതിയിലുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകളിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികാരികൾ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണങ്ങൾക്ക് ഇരയാകാതിരിക്കുവാൻ വേണ്ടി വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. പോലീസ് കേസിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്.